ചില ആൾക്കാരുണ്ട് ഇങ്ങനെ, അതായത് അവർ നാട്ടുകാർക്കും പള്ളിക്കൊക്കെ സഹായിക്കും, ചിലപ്പോൾ അവരുടെ സ്റ്റാഫിന് കൃത്യമായിട്ട് സാലറി കൊടുക്കൂല, തൊഴിലാളികൾക്ക് അവർ കൃത്യമായിട്ട് റെസ്റ്റ് ഇല്ല, ഫുള്ള് ജോലിയാണ്, പെരുന്നാളിനും ജോലിയാണ്, അങ്ങനെയൊക്കെ ഉണ്ടാവും ചിലപ്പോൾ. അത് ഈ ഇസ്ലാമിനെ അവർ യഥാർത്ഥത്തിൽ സക്കാത്തിൽ 2.5% പാവപ്പെട്ടവൻ്റെ ഔദാര്യമല്ല അവകാശമാണ്. എന്തുകൊണ്ടാണ് ഇസ്ലാം അങ്ങനെ പറയുന്നത്? ഈ 2.5%, അതായത് ഒരു മുതലാളി, ഒരു കഫ്തീരി എടുത്തുന്ന മുതലാളി, ആ മുതലാളിക്ക് ഒരു മാസം ഇത്രയും ലാഭം ഉണ്ടാക്കണമെങ്കിൽ അതിൻ്റെ പുറകിൽ ആ തൊഴിലാളിയുടെ വേർപ്പാണ്. ഒരു അരി ഹോൾസെയിലുകാരൻ, ആ ചുമട്ട് തൊഴിലാളി അത് ലോറിയിൽ നിന്ന് ചുമക്കണം, ഗോഡൗണിൽ കൊണ്ട് വിട്ടു കൊടുക്കണം. ഇതിങ്ങനെ പോകുമ്പോഴാണ് അദ്ദേഹത്തിന് ലാഭം കിട്ടുക. ആ ലാഭത്തിൻ്റെ പുറകിലാണ്. ഒരു മുതലാളി മാത്രം ഉണ്ടെങ്കിൽ ലാഭം ഉണ്ടാവും? ഇല്ല. തൊഴിലാളികൾ അധ്വാനിച്ചതിൻ്റേതാണ് അദ്ദേഹത്തിന് കിട്ടിയ ലാഭം. അപ്പോൾ ആ ലാഭത്തിൽ നിന്ന് 2.5% ഇവൻ്റെ അവകാശമാണ്. അതായത് തൊഴിലാളി ഇല്ലാതെ മുതലാളി ഉണ്ടാവില്ല. നമ്മുടെ ഇപ്പോൾ 10ാം ക്ലാസ്സിൽ ചോദ്യം വന്നു, താജ്മഹൽ നിർമ്മിച്ചതാര്? സാബി ഉത്തരം എഴുതി ഷാജഹാൻ, ഞാൻ ഉത്തരം എഴുതിയത് നിർമ്മിച്ച തൊഴിലാളികൾ. സാബിയുടെ ഉത്തരം അധ്യാപകരുടെ മുമ്പിൽ ശരിയും, എൻ്റെ ഉത്തരം ലോജിക്കലായി നോക്കിയാൽ ശരിയുമാണ്. സാബിയുടെ ഉത്തരം അധ്യാപകരുടെ മുമ്പിൽ ശരിയാവാം, പക്ഷേ തെറ്റാണ്. ഇതാണ് താജ്മഹലിൻ്റെ മനോഹാരിതയുടെ പുറകിൽ ഒരു കരവൈദഗ്ധ്യമുണ്ട്. അതേപോലെ ഓരോ ബിസിനസ്സിൻ്റെ പുറകിൽ ഓരോ പാവപ്പെട്ടവരുണ്ട്. അതുകൊണ്ട് ഇസ്ലാം കൃത്യമായിട്ട് പറഞ്ഞാൽ നിൻ്റെ തൊഴിലാളികളെ മറന്നിട്ടുള്ള ഒന്നും നിനക്ക് പാടില്ല, അത് ഫർളുവാക്കി. അപ്പോൾ ഒരാളുടെ മനസ്സ് ഏറ്റവും ആർദ്രമാണെങ്കിൽ അതവൻ്റെ തൊഴിലാളികളോട് ആർദ്രത ഉണ്ടാവണം. ഭയങ്കര പള്ളിയൊക്കെ വെച്ച് കൊടുക്കുന്ന ആളുകളാണ്, പക്ഷെ തൊഴിലാളി നിസ്കരിക്കാൻ പോയാൽ ഡ്യൂട്ടി സമയത്ത് പറ്റില്ല. അപ്പോൾ തൊഴിലാളികളോട് കനിവ് കാണിക്കുക, തൻ്റെ കൂടെ നിൽക്കുന്നവരോടാണല്ലോ കനിവ് കൂടുതൽ വേണ്ടത്. ഇപ്പോൾ സക്കാത്ത് കൊടുക്കണം. ഈ അടുത്ത സമയത്ത് എൻ്റെ ഒരു ഇവിടുത്തെ അടുത്ത ബിസിനസ്സുകാരനാണ്, അദ്ദേഹത്തിനോട് പറഞ്ഞ് സക്കാത്ത് കൊടുക്കുമ്പോൾ ഞാൻ എൻ്റെ തൊഴിലാളികൾ അർഹതയുള്ളവർക്ക് കൊടുത്തിട്ട് ബാക്കിയുള്ളവർക്ക് കൊടുക്കും. ഞാൻ എന്താ പറയുക, നിങ്ങളാണ് യഥാർത്ഥ മുതലാളി. ഈ തൊഴിലാളികൾ കടമുള്ളവരുണ്ടാവും, പ്രയാസമുള്ളവരുണ്ടാവും, അവരെ കണ്ടെത്തി കൊടുക്കുക. അതാണ് യഥാർത്ഥ ഇസ്ലാം. കറക്റ്റ്. ഞാൻ കൂടുതൽ ഈ ഗൾഫിൽ നിന്ന് ആളുകളുടെ അനുഭവങ്ങളിൽ നിന്ന് കേട്ട വിഷയമാണിത്. റെസ്റ്റ്, അതുപോലെ ഇതൊക്കെ തൊഴിലാളികളോടുള്ള ഒരു ഒന്നുമില്ല, ഒരു റെസ്റ്റ് കിട്ടിയാൽ മതി കുറച്ചെങ്കിലും പെരുന്നാൾ. അമിതമായി അവനെ കൊണ്ട് ജോലി ചെയ്യിപ്പിച്ചുണ്ടാക്കുന്ന ലാഭമല്ലല്ലോ, അത് ചൂഷണമല്ലേ. ഒരു മനുഷ്യനെ കൊണ്ട് താങ്ങാൻ കഴിയാത്ത ഭാരം അവൻ്റെ കയ്യിൽ കൊടുത്ത് അവൻ്റെ ശരീരത്തെ ക്ഷീണിപ്പിച്ച് അവൻ്റെ ആരോഗ്യത്തെ നശിപ്പിച്ച് അതിലൂടെ നമ്മളുണ്ടാക്കുന്നതിനെ ലാഭമെന്ന് പറയാൻ പറ്റില്ല, ചൂഷണമാണത്. കൃത്യമായി ഒരു 8 മണിക്കൂർ ഡ്യൂട്ടി, അയാൾ കയറുമ്പോൾ 12 മണിക്കൂർ ഡ്യൂട്ടി. അവർ പറയുന്ന ഒരു തൊഴിലാളി കയറുമ്പോൾ പറയുന്ന സേവന വേതന വ്യവസ്ഥകളെ പാലിക്കുക.